യാത്രക്കാർ സൂക്ഷിക്കുക എന്ന് പറയേണ്ടി വരും കൊല്ലം വഴി സഞ്ചരിക്കുന്നവരോട്. അപകടം പതിയിരിക്കുന്ന റോഡുകളുണ്ട് കൊല്ലം നഗരത്തിൽ. ഒരു വശത്ത് മാത്രം റീടാർ ചെയ്തതിനാൽ ഉയർന്നും താഴ്ന്നുമാണ് റോഡിന്റെ ഘടന. കളക്ടറേറ്റ് വിഭാഗത്തെയും കർബല റെയിൽവേ സ്റ്റേഷൻ റോഡുമാണ് ഇത്തരത്തിൽ മനോഹരമായി നിർമ്മിച്ചിരിക്കുന്നത്. കൊല്ലം നഗരത്തിലെ ഒരു പ്രധാനപ്പെട്ട റോഡിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഈ റോഡിൽ എങ്ങനെയാണ് അപകടങ്ങൾ ഉണ്ടാകാതിരിക്കുന്നത്? 3 ലെയറാണ് ഈ റോഡിന് നിലവിൽ ക്രമീകരിച്ചിരിക്കുന്നത്. റീടാറിംഗ് നടന്നപ്പോൾ റോഡ് 2 ഘട്ടമായി നിൽക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ദിനം പ്രതി അപകടത്തിൽപ്പെടുകയാണ് ഈ സ്ഥലങ്ങളിൽ. കാണാം ഇവിടുത്തെ ആൾക്കാരുടെ ദുരിതം. ഓരോ ദിനവും റോഡുകളിൽ പൊലിയുന്ന ജീവനുകൾ നിരവധിയാണ്. ഇതിന് പരിഹാരം കാണാൻ ഓരോ ദിനവും നിരവധി മാർഗങ്ങളാണ് നാം തേടുന്നത്. ഇതിനിടയിൽ കൊല്ലം നഗരഭാഗത്തെ 2 ഇടങ്ങളിൽ റോഡിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാണാം. കളക്ടറേറ്റിന് മുന്നിലൂടെ പോകുന്ന റോഡിൽ വെസ്റ്റ് പോലീസ് സ്റ്റേഷന് സമീപത്തെ വളവിലാണ് ഒരു വശം മാത്രം ഉയർന്നു നിൽക്കുന്ന തരത്തിൽ ടാർ ചെയ്തിരിക്കുന്നത്. ടാറിങ്ങിലെ അപാകത മൂലമുണ്ടായ ഉയരവ്യത്യാസം കളക്ടറേറ്റ് ഭാഗത്തെ റോഡിലും കർബല റെയിൽവേ സ്റ്റേഷൻ റോഡിലും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഫാത്തിമ കോളേജിന്റെ അടുത്ത് പോലും 2 വീലർ ഓടിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണത്. ഒരു 2 വീലർ പിടിച്ചു കഴിഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടും പിടിക്കുന്നതല്ലാതെ ഭയങ്കരമായ ഡേഞ്ചറാണത്. വളവ് തിരിയുന്ന സമയം നിയന്ത്രണം തെറ്റി അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയാണ് ഈ ഭാഗത്തുള്ളത്. ഇനി കർബല റെയിൽവേ സ്റ്റേഷൻ റോഡിലും സമാനമായ അവസ്ഥയാണുള്ളത്. ഒരു വശത്ത് മാത്രം റീടാർ ചെയ്തതിനാൽ ഉയർന്നും താഴ്ന്നുമാണ് റോഡിന്റെ അവസ്ഥ. നിരപ്പായിട്ടൊന്ന് ചെയ്തായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. പക്ഷേ ഇതാരും എടുക്കുന്നില്ല. നിങ്ങളെപ്പോലുള്ള ചാനലുകാർ വന്നാലേ ഇതിന് ഒരു പരിഹാരം കാണത്തുള്ളൂ. അല്ലാതെ അധികാരിയുടെ മുമ്പിലൊന്നും ഇത് കാണത്തില്ല. നിങ്ങളൊക്കെ കാണുന്നതുകൊണ്ട് നിങ്ങളിങ്ങനെ എടുക്കുന്നു. അപ്പോൾ നിങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പ്രതികരിക്കാമല്ലോ. അപ്പോൾ അതൊന്ന് ശരിയാക്കി തന്നായിരുന്നെ വളരെ ഉപകാരമായിരുന്നു. നാളുകളേറെ കഴിഞ്ഞിട്ടും മറുഭാഗം ടാറിട്ടുയർത്താൻ അധികൃതർ തയ്യാറാകുന്നില്ല. വീതി കുറഞ്ഞ ചക്രങ്ങളുള്ള ഇരുചക്ര വാഹനങ്ങളാണ് കൂടുതലായും അപകടത്തിൽപ്പെടുന്നത്. മഴ സമയത്ത് ദുരിതം ഇരട്ടിക്കും. പെട്ടെന്ന് ബ്രേക്ക് ഇടുകയോ വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ ഉയരവ്യത്യാസമുള്ള ഭാഗങ്ങളിൽ ഇരുചക്ര വാഹന യാത്രക്കാർ വീഴുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. നമുക്ക് ചെറിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ബൈക്കാർക്കാന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. മറിയാൻ സാധ്യതയുണ്ട്. ചെറുതായിട്ട് 2 വട്ടം സ്പീഡ് ചെയ്തൊക്കെ വീഴണ്ടായിരുന്നു ബൈക്കുകാർ. പെട്ടെന്ന് ഫ്രണ്ട് വീല് കയറി ചർക്കും. ഇങ്ങനെ കാൽനട യാത്രക്കാർക്ക് റോഡിന്റെ ഈ അവസ്ഥ അപകടക്കെണിയാവുന്നുണ്ട്. റോഡ് മുറിച്ചു കടക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഉയരം കൂടിയ ഭാഗത്ത് വീണ് പരിക്കേൽക്കും. എത്രയും വേഗം റോഡ് ഒരേ നിരപ്പാക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് നാടിന്റെ ആവശ്യം. ദിനംപ്രതി ആയിരങ്ങൾ വിവിധ ആവശ്യങ്ങൾക്ക് എത്തുന്ന റോഡിലാണ് ഈ ദുരവസ്ഥ. ലക്ഷങ്ങളും കോടികളും മുടക്കി റീടാറിംഗും ടാറിംഗും നടത്തുമ്പോൾ അത്യാവശ്യം വാഹനങ്ങൾ റോഡിലൂടെ പോകാൻ കഴിയുമോ എന്നെങ്കിലും പരിശോധിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറാകണം. അല്ലെങ്കിൽ അപകടങ്ങൾ നിത്യസംഭവമായിക്കൊണ്ടിരിക്കും. കൊല്ലത്തെ ഈ റോഡിന് എന്ന് ക്ഷാമമോഷം ഉണ്ടാകുമെന്നാണ് ഇവിടുത്തെ ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല്ലത്തുനിന്ന് ക്യാമറമാൻ അരുണസാറിനൊപ്പം ആർ അരുൺ രാജ്, 24.